ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ. സൺഡേ ആണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു നൈറ്റ് സ്റ്റഡി വ്ളോഗ് ഇട്ടിരുന്നു. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ കമൻ്റൊക്കെ ചെയ്തിരുന്നു. ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുമോ, പിന്നെ സ്റ്റഡീസ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുമോ ചോദിച്ചിട്ടാണ്ട് ഇങ്ങനെയുള്ള കമൻസൊക്കെ കണ്ടു. ഞാൻ അതിൻ്റെ മുന്നേ തന്നെ വിചാരിച്ചിരിക്കുന്നത് സൺഡേ എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നുള്ളത്. സാധാരണ ഞാൻ എല്ലാം എടുത്താൽ നൈറ്റ് വരെയുള്ള ഇൻക്ലൂഡ് ആക്കില്ല, ഒരു ഈവനിങ് വരെയൊക്കെ വെച്ച് നിർത്തും. അതിനും കൊണ്ട് ഞാനപ്പോൾ അത് പോസ്റ്റ് ചെയ്തില്ല. ഇപ്പോൾ എങ്ങനെയായാലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് ഗൈസ്. ഇനിയിപ്പോൾ കുറച്ചായാലും വേണ്ടില്ല, കുറേ ആയാലും വേണ്ടില്ല, എന്തായാലും നിങ്ങൾ ചോദിച്ചതല്ലേ. ഒരാളുണ്ട് കണ്ടാ, പുത്തൻ. അപ്പോൾ കീപ്പ് വാച്ചിങ്. അങ്ങനെ ഗൈസ്, ഞാൻ സ്കിപ്പിനൊക്കെ ഒഴിവാക്കേണ്ട നേരെ ആദ്യം തന്നെ ബെഡ്ഷീറ്റൊക്കെ റെഡിയാക്കി. പിന്നെ ടു ഡു ലിസ്റ്റ് എഴുതി. അതിപ്പോൾ എനിക്ക് തോന്നുന്നു എഴുതിയിട്ട് വല്ല കാര്യമൊന്നുമില്ല. അതിൽ ഞാൻ എഴുതണമൊന്നും പിന്നെ സംഭവിക്കണ വേറെ പലതും അതിനകത്ത്. അപ്പോൾ ഞാൻ അതിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇപ്പം നല്ല രസമാണ്, ഇൻ്റർലോക്കൊക്കെ ചെയ്തുകൊണ്ട് ഫുൾ ക്ലീൻ ആയിക്കാരം മുറ്റൊക്കെ. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് നേരം ഇങ്ങനെ നടക്കും. പിന്നെ ഇൻ്റർലോക്ക് ചെയ്ത് ഇതിൻ്റെ ഇടയിലൊക്കെ ഇപ്പോൾ പുല്ല് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് രണ്ട് മൂന്ന് ദിവസം മുന്നാണ് ചെയ്തത്. അപ്പോൾ ഒന്ന് അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു. കൂടുതൽ വെയിലും ഇല്ല, എന്നാൽ കൂടുതൽ തണുപ്പില്ല, അങ്ങനത്തെ ഒരു ക്ലൈമറ്റ്. അങ്ങനെ ഞാൻ അകത്തേക്ക് വന്നപ്പോൾ ഞങ്ങളെ നെയ്ബറിലുള്ളൊരു കുട്ടി വന്നീന്. അങ്ങനെ ഓളറ്റ് ഇങ്ങനെ കത്തി അടിച്ചിരിക്കും. ഞങ്ങൾ രണ്ടാളും നല്ല അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ നേരം പോക്കിന് ആളാണ്, അവൾക്കൊന്നും അങ്കണവാടിയൊന്നുമില്ല. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വന്നീനു. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി, പൊറോട്ട അതൊക്കെയാണ്. എന്നാലും വീട്ടിലൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഇങ്ങനെ ഫുഡൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്ന അത് കഴിക്കാമെന്ന്. അങ്ങനെ ഞാൻ ചപ്പാത്തി എടുത്തു. ഓള് അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ ഓളോടും ഫുഡ് കഴിക്കാം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാം. അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാനും മമ്മിയും അനിയനും പിന്നെ നമ്മളെ സ്കിപ്പിയും കൂടി പുറത്ത് കറങ്ങും. അങ്ങനെ മമ്മീൻ്റെ പുതിയ പുതിയ ചെടികളും അതിൽ വന്ന പൂക്കളും ഒക്കെ ഇങ്ങനെ കാണിച്ചു തരാണ്. ഞങ്ങൾ സൺഡേ ഒക്കെ ആകുമ്പോഴാണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എല്ലാതൊന്ന് കാണലൊക്കെ. മറ്റേ നമുക്ക് ഒഴിവുണ്ടാവില്ല, വരുമ്പോഴത്തേനൊക്കെ ഒരു സമയമായിട്ടുണ്ട്. അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് മമ്മി. എന്തൊക്കെയാണ് ആക്കി വെച്ചിക്കണു. പിന്നെ അതേപോലെ തന്നെ കുറേ കാലമായിട്ട് ഉണ്ടാക്കി കൊണ്ടതാണ് നമ്മളെ ബോഗൺവില്ല. അതങ്ങനെ ചെറുതായിട്ട് അതിൻ്റെ പൂവൊക്കെ പൊടിച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇൻ്റർലോക്ക് ചെയ്ത ടൈമിൽ ഇങ്ങനത്തെ പുല്ലിൻ്റെ ഷീറ്റ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്താണ് അതിട്ട് നമ്മളെന്തെങ്കിലും വെറുതെ കളയാൻ പാടില്ലല്ലോ, നല്ല സാധനമല്ല. അപ്പോൾ ഞങ്ങൾ അത് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഞങ്ങൾക്കൊരു സ്ഥലത്തേക്ക് വെക്കാണ്ടായിരുന്നു. അത് എന്തെങ്കിലും കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ അത് മറ്റേ നമ്മളെ ടാപ്പൊക്കെ വെച്ച് അളന്നിട്ട് കട്ട് ചെയ്യാണ് ഗൈസ്. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ മീനിന് മുറിക്കണ കത്രികയൊക്കെ എടുത്തു കൊണ്ടിരിക്കുന്നത്. അതിട്ട് മുറിച്ചിട്ട് മുറിയണില്ല. എന്തായാലും ഞങ്ങളൊരു വിധത്തിൽ സെറ്റാക്കി വെച്ചു. അങ്ങനെ ഇവിടെ ഇതേപോലെ ഇങ്ങനെ പുട്ടിയിട്ടൊക്കെ ഇങ്ങനെ മഴ പെയ്തിട്ട് ഫുൾ അടർന്ന് പോന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലുള്ള നമ്മൾ ഇതേപോലെ തന്നെ മണ്ണ് നിറച്ചിട്ട് ഇതേപോലെ തന്നെ നമ്മളിങ്ങനെ ഈ പുല്ലിൻ്റെ ഷീറ്റ് മേടിച്ചിട്ട് അവിടെ ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ ഇത് പിന്നെയാണ് ഇത് ഇങ്ങനെ പണിയാവൽ തുടങ്ങി. ഓരോ മഴയൊക്കെ ഇങ്ങനെ വരുമ്പോൾ പുട്ടിയൊക്കെ ഇങ്ങനെ പൊട്ടി പോരൽ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ എന്താക്കി, അവിടുത്തെ അളവ് എടുത്തിട്ട് ആദ്യം അതേ വൃത്തിക്ക് കട്ട് ചെയ്തു. അപ്പോൾ നമുക്കിങ്ങനെ വേസ്റ്റ് വന്ന പീസായിരുന്നു. അപ്പോൾ കട്ട് ചെയ്ത് നമ്മളാ കറക്റ്റ് സൈസിനുള്ള അങ്ങോട്ട് കിട്ടൂല്ല, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് അത് ഫുൾ അളന്നിട്ട് ആ സൈസ് നമ്മൾ ഫുൾ കട്ട് ചെയ്തെടുത്തു. പിന്നെ ഇപ്പോൾ ഒരു വൃത്തിയായി അവിടെ. മറ്റേത് അങ്ങനെ കാണുമ്പോൾ എന്തോ പോലെ ആയിരുന്നു. അങ്ങനെ നമ്മളെ ചെടിയും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ സെറ്റാക്കി വെച്ചു. ഞങ്ങളിവിടെ ഫ്രണ്ടിൽ തന്നെ ഇന്ന് ആദ്യം കുറേ ചെടികളൊക്കെ വെച്ചിരുന്നത്. ബട്ട് ഇപ്പോൾ ഭയങ്കര വെയിലാണ്. ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ചട്ടിൻ്റെ കളറ് വരെ പോണ രീതിക്കുള്ള വെയിലാണ് ഉച്ച സമയത്തൊക്കെ ആവുക. അപ്പോൾ ഞങ്ങൾ എന്താക്കി, നൈസായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ ഇങ്ങനെ ഫുൾ അനിയന് വെള്ളം നനക്കാണ്. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്നും ഞായറാഴ്ച എങ്ങനെയൊക്കെ ഒന്നൊരു കല്യാണം ഉണ്ടാവും. അങ്ങനെ ഇന്നും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഗൈസ് എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് ഞാനും അനിയനും കൂടിയാണ് കല്യാണത്തിന് പോണത്. അങ്ങനെ എൻ്റെ കസിൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടാണ്, ഇവൻ്റെ കല്യാണമല്ല, വേറെ ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുറേ ടൈമൊന്നും ഇരുന്നില്ല. ഞങ്ങൾക്ക് APM കല്യാണം. ഞങ്ങൾ നേരെ അവിടുന്ന് വേഗം ഫുഡൊക്കെ കഴിച്ച് കണ്ട് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കണ്ട് ഞങ്ങൾ റിട്ടേൺ പോന്നു. അങ്ങനെ വീട്ടിലേക്കൊക്കെ എത്തി കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ അറിയില്ല, കട്ടൻ ചായ കുടിക്കാൻ തോന്നി.
അപ്പോൾ ഏലക്കായൊക്കെ ഇട്ട് കട്ടൻ ചായ കൊടുക്കില്ലേ. ഇവിടെ നമ്മളെ വീട്ടിലൊക്കെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈവനിങ് വൈകിട്ടാവുമ്പോൾ അതേപോലെ കട്ടൻ ചായയിൽ ഏലക്കായിട്ടൊക്കെ ഉണ്ടാക്കും. അങ്ങനെ എൻ്റെ ഒരു കസിനൊക്കെ വന്നിരുന്നു. അപ്പോൾ അതിനോട് പോകാൻ നിൽക്കുന്നു. അപ്പോൾ ഞാൻ അവരോട് വർത്താനൊക്കെ പറഞ്ഞാണ്ട് ഞാൻ എൻ്റെ കട്ടൻ ചായ കുടിക്കുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞു. ഒരു 8-8:45 ആയപ്പോഴാണ് ഞാൻ പഠിക്കാൻ വരുന്നത്. അപ്പോൾ തലേ ദിവസം ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ബാഗൊന്നും എടുത്തോണ്ടില്ല. അപ്പോഴാണ് ബാഗൊക്കെ എടുത്തിടുന്നത്. പിന്നെ ഒരു കൊളാബ് വന്നിരുന്നു ഇതേപോലെ ഇങ്ങനെ പോളറോയിഡ് പിക്ചേഴ്സിൻ്റെ. അങ്ങനെ അപ്പോൾ ഞാനതൊക്കെ അൺബോക്സ് ചെയ്തു. നല്ല ക്വാളിറ്റി സാധനമായിരുന്നു, നല്ല ഇഷ്ടമായി. പിന്നെ ഇതേപോലെ തന്നെ വേറൊരു ബോക്സും കൂടി വന്നിരുന്നു. അതിലൊരു ഇതേപോലത്തെ ഒരു കപ്പും പിന്നെ ഒരു ബോട്ടിലും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മളെ യൂഷ്വൽ പരിപാടി പഠിക്കാനിരിക്കണം. അപ്പോൾ 8:45 പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചിരുന്നു ഞാനിങ്ങനെ ക്ലോക്ക് വെച്ചിട്ട് പഠിക്കലുണ്ട്, അത് ഏതാണെന്ന്. അപ്പോൾ ഇതാണ് ഇത് ഫുൾ സ്ക്രീൻ ക്ലോക്ക് എന്ന് പറഞ്ഞിട്ട്. ഞാൻ അതിൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ. പിന്നെ ഞാൻ ടൈമർ സെറ്റ് ചെയ്തു. ഞങ്ങൾക്ക് എക്സാമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കരുതി ഒരു മണിക്കൂർ, മറ്റ് എപ്പോഴും ഞാൻ എഴുതൽ മാത്രമാണ്. അപ്പോൾ എഴുത്തൊഴിവാക്കിയിട്ട് പഠിക്കാമെന്ന് വിചാരിച്ച്. കാരണം അല്ലെങ്കിൽ എക്സാമിൻ്റെ ആ ഒരു ടൈം ആകുമ്പോഴത്തേന് നമുക്ക് സമയം ഉണ്ടാവില്ല, ഭയങ്കര റഷ് കാരണം ടൈം കിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് മനപ്പാടാക്കി പഠിക്കാമെന്നല്ല, ഒരു ബേസ് ഉണ്ടാക്കി വെക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ അനിയന് പോപ്കോണൊക്കെ കൊടുത്തു. പാത്രമില്ലാത്തതുകൊണ്ട് ബുക്കിലിട്ടുന്നത്. അങ്ങനെ ബുക്കുമ്പോൾ ഞാൻ പോപ്കോണൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ അധികം പഠിക്കുമ്പോഴും ഇങ്ങനെ എഴുതിയിട്ടാണ് പഠിക്കൽ. എനിക്ക് എഴുതി പഠിച്ചാലൊരു സമാധാനം ഉണ്ടാവില്ല, എന്താ അറിയില്ല. ഇങ്ങനെ ബൈഹാർട്ടാക്കി പഠിച്ചാൽ കാര്യമില്ല. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ 1 മണിക്കൂറൊക്കെ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കാമെന്നല്ലാതെ ഇവിടെ നിന്ന് അങ്ങനെ പഠിക്കലൊന്നുമില്ല. അങ്ങനെ ഞാൻ എന്താക്കി, ഞങ്ങൾക്ക് ടോട്ടൽ 4 പേപ്പറുള്ളത്, അത് പഠിക്കാൻ വിചാരിച്ചു. അവിടെ നിന്ന് ഇങ്ങനെ വിശന്നപ്പോൾ ടൈം ഒരു 10 മണി കഴിക്കണമെന്ന് തോന്നുന്നു. ഞാനൊരു ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കാൻ വിചാരിച്ച് കിച്ചണിക്ക് വന്നു. അങ്ങനെ ബ്രെഡൊക്കെ ഞാൻ വിചാരിച്ചത് വേറെ ഇതും വന്നത് വേറെ ഇതുമാണ്. അങ്ങനെ നമ്മൾ എയർ ഫ്രയറിലിട്ടിട്ട് അതൊക്കെ റെഡിയാക്കി. 2 ഉണ്ടായിരുന്നു, ഒന്ന് ഞാൻ അനിയൻ കൊടുത്തു. പിന്നെ ബ്രെഡും പിന്നെ നമുക്ക് കിട്ടി. പിന്നെ ഞാൻ ലൈം ഉണ്ടാക്കി ഗായ്സ്. അത് കഴിഞ്ഞ ശേഷം ഞാൻ വീണ്ടും വന്നു. അങ്ങനെ തീറ്റി നടക്കുന്നുണ്ട്, കുടിയും നടക്കുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് പഠിത്തം നടക്കുന്നുണ്ട്, ഒക്കെ കൂടി ഒരു കഥ. നമുക്കറിയാമല്ലോ, പിന്നെ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനല്ലേ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുള്ളൂ. അങ്ങനെ നോട്ട്സൊക്കെ ഞങ്ങളത് ചില സബ്ജക്റ്റൊക്കെ പ്രിൻ്റ് എടുക്കലാണ്. അപ്പോൾ ആ പ്രിൻ്റൊക്കെ ഇപ്പോഴാണ് കാണുന്നത്, എടുത്തിട്ട് ഇപ്പോഴാണ് ഒന്ന് നല്ലപോലെ കാണുന്നത്. അങ്ങനെ അത് ഫുള്ളൊന്ന് വായിച്ച്. അങ്ങനെ കുറച്ചൊക്കെ നമുക്ക് ക്ലാസ്സിൽ കേട്ട ഒരു സാധനം ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ചൊന്ന് ഫുൾ സെറ്റാക്കി. അങ്ങനെ അറൗണ്ട് ഒരു മണിക്കൂറൊക്കെ ആവാനായപ്പോഴത്തേന് എനിക്ക് നല്ല ഉറക്ക് വരൽ തുടങ്ങി. എന്താ അറിയില്ല, ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ഉറക്കച്ചറവാണ്. അല്ലെങ്കിൽ ഒരാളൊപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കിടന്ന് ഉറങ്ങണൊക്കെ ഉണ്ട്. അങ്ങനെ എങ്ങനെയെങ്കിലും നമ്മൾ ഒരു ടാർഗറ്റ് വെച്ചാൽ നമുക്കത് അച്ചീവ് ചെയ്തില്ലെങ്കിൽ എന്തോ പോലെ. അങ്ങനെ ഓൾമോസ്റ്റ് 1 hour ആയി. അപ്പം തന്നെ ഞാൻ നിർത്തി ഗൈസ്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു സൺഡേ ഉണ്ടാവൽ. ഒട്ടും വിചാരിക്കാത്ത സംഭവങ്ങൾ. എനിക്ക് എല്ലാ ഞായറാഴ്ച ഓരോ കല്യാണങ്ങളുണ്ടാവും. ആ കല്യാണങ്ങളൊക്കെ ഞാൻ വിചാരിച്ച സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ കല്യാണത്തിന് പോയാൽ അതങ്ങോട്ട് നിൽക്കും. അങ്ങനെ ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഉച്ചക്കുള്ള പഠിത്തം എഴുത്തൊന്നും നടന്നില്ല. അപ്പോൾ ഞാൻ നൈറ്റാണ് പഠിക്കാതിരുന്നത്. ഹോപ്പി ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.